Next problem, if y is equal to a cos log x plus b sin log x, then prove that x squared into d squared y by dx squared plus x into dy by dx plus y is equal to 0. അപ്പം വൈനെ നമ്മൾ രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dy by dx കണ്ടുപിടിക്കാം. dy by dx, അപ്പോൾ a കോൺസ്റ്റൻ്റ് ആണ്. ഇനി കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ഇൻറ്റു ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x. അത് ആദ്യം ചെയ്യേണ്ടത് ഔട്ടർ മോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോസാണ്. കോസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത ഫംഗ്ഷൻ ലോഗ് എക്സ്. അപ്പോൾ ആദ്യം കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, പിന്നെ ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. പ്ലസ് ബി ഇൻറ്റു സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഏറ്റവും പുറത്തിറക്കുന്ന ഫംഗ്ഷൻ സൈനാണ്. സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ്. ബി ഇൻറ്റു കോസ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലോഗ് എക്സ്. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x². 1/x. ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് dy by dx എന്ന് വരും. റൈറ്റ് സൈഡിൽ ഈ എക്സ് ക്യാൻസൽ ആയിപ്പോൾ മൈനസ് എ സൈൻ ലോഗ് എക്സ്. ഇതാണ് എക്സ് ഇൻറ്റു dy by dx. ഇനി വീണ്ടും നിങ്ങൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് d² y by dx² കിട്ടത്തുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, റൈറ്റ് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു dy by dx ആണ്. അവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ഇൻറ്റു dy by dxന് അതേപോലെ ഇടണം. എന്നിട്ടൊരു പ്ലസ് സൈൻ കൊടുക്കണം. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ ഇവിടെ dy by dx ആണ്. dy by dxന് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d² y by dx² എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ആദ്യം, പിന്നെ ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് ലോഗ് എക്സ്. പിന്നെ ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x. പ്ലസ് ബി ഇൻറ്റു കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ. അപ്പോൾ കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇനി ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x. അപ്പോൾ ഇൻറ്റു 1/x. ഇനി ചെയ്യേണ്ടത് ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ട്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈയിങ് ബൈ എക്സ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് dy by dx. ഇവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ട്. വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ബൈ x². ഇവിടെ താഴത്തെ എക്സ് ഒക്കെ വെട്ടിപ്പോവും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഒരു മൈനസ് ഇവിടെ ഉണ്ട്. മൈനസ് കോമൺ എടുക്കണം. ഇങ്ങനെ വരും. എ കോസ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ലോഗ് എക്സിന് പകരം y എന്ന് വരും. ഇസ് ഈക്വൽ ടു -y. ഇനി ആ -y ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. x² d² y by dx² ആദ്യം എഴുതണം. പ്ലസ് എക്സ് dy by dx രണ്ടാമത് എഴുതണം. ഈ -y ലെഫ്റ്റ് സൈഡിൽ വരുമ്പം +y.
ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ നിങ്ങൾ എഴുതി പഠിക്കുക. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എഴുതി പഠിച്ചാലേ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് ഇൻറ്റു സൈൻ എക്സ്. എക്സ് സ്ക്വയർഡ് ഒരു ഫംഗ്ഷനാണ്, സൈൻ എക്സ് മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പം പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നേരത്ത്. ഇവിടെ y ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, y2 ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. ആദ്യം ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം y ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ y ഡാഷ് എന്ന് വരും. y ഡാഷ് ഇസ് ഈക്വൽ ടു ആദ്യം എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ ഇടണം, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതണം എക്സ് സ്ക്വയർഡ് ഇൻറ്റു സെക്കൻഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സെക്കൻഡ് സൈൻ എക്സ് ആണ്, സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് എക്സ്. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആദ്യം എക്സ് സ്ക്വയർഡ് കോസ് എക്സ് എഴുതി, പ്ലസ് രണ്ടാമത് 2x സൈൻ എക്സ് എഴുതി. ഇതാണ് y ഡാഷ്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, y2 ഡാഷ് കണ്ടുപിടിക്കണം. ഇവിടെ 2x സൈൻ എക്സ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 2x സൈൻ എക്സ് ആദ്യം 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ എഴുതണം, സൈൻ എക്സ്. എന്നിട്ട് പ്ലസ് ഇടണം. ഫസ്റ്റ് ഫംഗ്ഷൻ അതേ കണക്ക് എടുക്കണം, 2x. സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ്, സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് എക്സ് പ്ലസ്. ഇനി എക്സ് സ്ക്വയർഡ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോയി. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഇൻറ്റു ഈ കോസ് എക്സ് അതേപോലെ എഴുതണം, സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ എഴുതണം, പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതണം എക്സ് സ്ക്വയർഡ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ്. ഇങ്ങനെ വരും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് എഴുതാൻ പോയില്ല. ആദ്യം നമ്മൾ എക്സ് സ്ക്വയർഡ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്, മൈനസ് എക്സ് സ്ക്വയർഡ് സൈൻ എക്സ് എഴുതും. പ്ലസ് ഇത് 2x cos x, ഇത് 2x cos x, 4x cos x എന്ന് എഴുതും. പ്ലസ് 2 sin x. ഇങ്ങനെ എഴുതും. അപ്പോൾ y2 ഡാഷ് ആയി, y ഡാഷ് ആയി. ഇനി നമ്മളിതാ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി എക്സ്പ്രഷൻ എഴുതണം. അത് നമ്മൾ y2 ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയി. എക്സ് സ്ക്വയർഡ് ഇൻറ്റു y2 ഡാഷിന് പകരം എന്താ ഇത് എഴുതണം, എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് സൈൻ എക്സ് പ്ലസ് 4x cos x പ്ലസ് 2 sin x. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർഡ് ഇൻറ്റു y2 ഡാഷ് എഴുതി. ഇനി മൈനസ് 4x ഇൻറ്റു y ഡാഷ് എഴുതണം. y ഡാഷ് ഇതാണ് എക്സ് സ്ക്വയർഡ് cos x പ്ലസ് 2x sin x. പ്ലസ് എക്സ് സ്ക്വയർഡ് പ്ലസ് 6 ഇൻറ്റു y. y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർഡ് സൈൻ എക്സ്. y2 ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, y ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബ്രാക്കറ്റ് മാറ്റി എഴുതി. ആദ്യം എക്സ് സ്ക്വയർഡ് കൊണ്ട്, ഈ എക്സ് സ്ക്വയർഡ് കൊണ്ട് ഇതിനെ ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് സ്ക്വയർഡ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ് റൈസ്ഡ് 4 ഇൻറ്റു സൈൻ എക്സ്. എക്സ് സ്ക്വയർഡ് ഇൻറ്റു 4x cos x എന്ന് പറഞ്ഞാൽ 4x ക്യൂബ് cos x പ്ലസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു 2 sin x എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർഡ് sin x.
രണ്ടാമത്തത് -4x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4x³ കോസ് എക്സ്. അടുത്ത -4x ഇൻറ്റു 2x സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ -8x² സൈൻ എക്സ് പ്ലസ് x² ഇൻറ്റു x² സൈൻ എക്സ്. അപ്പം x⁴ സൈൻ എക്സ് 6 ഇൻറ്റു x² സൈൻ എക്സ് അപ്പം 6x² സൈൻ എക്സ്. ഇതിൽ -x⁴ സൈൻ എക്സും പ്ലസ് x⁴ സൈൻ എക്സും വെട്ടിപ്പോകും. അടുത്തത് 4x³ കോസ് എക്സും -4x³ കോസ് എക്സും വെട്ടിപ്പോകും. അതേപോലെ ക്യാൻസൽ ചെയ്ത് പോകും. അടുത്തത് 6x² സൈൻ എക്സും 2x² സൈൻ എക്സും അതും അപ്പോൾ 8x² സൈൻ എക്സ് ആയി. ഇത് -8x² സൈൻ എക്സ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. x² y2 - 4xy പ്ലസ് x² + 6y = 0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് മുമ്പ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. y = x² sin x ആണെങ്കിൽ പ്രൂവ് ദാറ്റ് ഇത്. അപ്പോൾ അവിടെ x² sin x പകരം ഇവിടെ x² cos x എന്ന് വരുന്നു. അപ്പോൾ ഈ പ്രോബ്ലം ഹോംവർക്കാണ്. ഈ പ്രോബ്ലം മറ്റേ പ്രോബ്ലം നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്തു വരണം. sin x സ്ഥാനത്ത് ഇവിടെ cos x ആണ്. അത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം, ഈ y = a sin mx then prove that d²y/dx² പ്ലസ് m² y = 0. ഇപ്പോൾ d²y/dx² എന്ന് പറയുമ്പോൾ 2 തവണ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ y എന്നുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ലെഫ്റ്റ് സൈഡിൽ dy/dx, റൈറ്റ് സൈഡിൽ a sin mx വരുമ്പോൾ ആദ്യം സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos mx എന്ന് വരും. പിന്നെ mxനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ m എന്ന് വരും. അപ്പോൾ m cos mx എന്ന് വരും. സൈൻ mxൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. സൈനിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എമ്മും കൂടെ വരും. അപ്പോൾ m cos mx അതാണ് സൈൻ mxൻ്റെ ഡെറിവേറ്റീവ്. വീണ്ടും ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy/dxനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d²y/dx². ഇവിടെ ma ഇൻറ്റു cos mx. cos mxൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -m ഇൻറ്റു sin mx. ma ഇൻറ്റു -m എന്ന് പറഞ്ഞാൽ -m² ഇൻറ്റു a sin mx ആണ്. ഈ a sin mx എന്ന് പറഞ്ഞാൽ y ആണ്. ഈ -m²നെ m²y ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ d²y/dx² പ്ലസ് m²y = 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രോബ്ലം, ഇഫ് y = x + 1/x പ്രൂവ് ദാറ്റ് x² y2 പ്ലസ് xy = y. ആദ്യം നമുക്ക് yനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. y = x + 1/xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് y ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ y'. അടുത്ത നമ്മൾ x + 1/xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. 1/xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -1/x². ഓക്കെ, ഇതാണ് y' എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ xy' എന്ന് വരും. റൈറ്റ് സൈഡിൽ x കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ ഇത് 1 × x x മൈനസ് 1/x²നെ x കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ 1/x. അതായത് 1/x²നെ x കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ ഒരു x വെട്ടിപ്പോയിട്ട് 1/x എന്ന് വരും. അപ്പോൾ x - 1/x. ഇതിനെ വീണ്ടും നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് xy', പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1. സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ ഇട്ട്. സെക്കൻഡ് ഫംഗ്ഷൻ y' ആണ്. y' അതേപോലെ ഇട്ട് പ്ലസ്. അടുത്തത് ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ ഇടണം. എക്സിനെ അതേപോലെ ഇട്ടിട്ട് y' ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. y' ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ y2'.
is equal to എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 മൈനസ് 1/xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് 1/x². ഇങ്ങനെ വരും. അപ്പോൾ ഇത് ആദ്യം xy2' എഴുതാം, പ്ലസ് y' is equal to 1 plus 1/x². ഇനി ചെയ്യേണ്ടത് വീണ്ടും മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. xy2' പ്ലസ് y' എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു xy2' അപ്പോൾ x²y2' പ്ലസ് എക്സ് കൊണ്ട് y' മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy' ഇസ് ഈക്വൽ ടു 1 × 1 + x² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x + 1/x എന്ന് വരും. x + 1/x എന്ന് പറഞ്ഞാൽ y. അപ്പോൾ x²y2' പ്ലസ് xy' ഇസ് ഈക്വൽ ടു x + 1/x ഇസ് ഈക്വൽ ടു y. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം, ഇഫ് y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x ദെൻ പ്രൂവ് ദാറ്റ് 1 - x² × d²y/dx² മൈനസ് x dy/dx ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ സക്സസീവ് ഡിഫറൻസിയേഷനാണ്. 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ഈ ആൻസർ നമുക്ക് കിട്ടും. y ഡിഫറൻഷിയേറ്റ് ചെയ്തു. y എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് x ആണ്. സൈൻ ഇൻവേഴ്സ് x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് 1/√1 - x². ഇനി നിങ്ങൾ √1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈയിങ് ബൈ √1 - x². ഞാൻ എഴുതുന്നില്ല, പറയുന്നേ ഉള്ളൂ. മൾട്ടിപ്ലൈയിങ് ബൈ √1 - x². അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ √1 - x² × dy/dx ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ √1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഇനി നിങ്ങൾ ഇതിനെ സ്ക്വയർ ചെയ്യുക. √1 - x² × dy/dx ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂട്ട് പോയിട്ട് 1 - x². ഇത് dy/dx ² × 1. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ക്വാണ്ടിറ്റിയെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 1 - x² ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 മൈനസ് x² ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x പ്ലസ്. അപ്പോൾ 0 × 2 0 - 2x × dy/dx ² അതേപോലെ എഴുതി. പ്ലസ് ഇനി നിങ്ങൾ 1 - x², ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതണം. ഇത് dy/dx ² ആണ്. അതിനെ x² ആയിട്ട് സങ്കല്പിച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ dy/dx ² 2 dy/dx എന്ന് എഴുതാം. ഇൻറ്റു dy/dx കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. dy/dx ² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം x² എന്ന് സങ്കല്പിച്ച് 2x എന്ന് എഴുതും. അതായത് 2 dy/dx എന്ന് എഴുതാം. എന്നിട്ട് dy/dx കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d²y/dx². ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1 ആണ്, അത് 0 ആയി. ഇവിടെ ഇനി കുറച്ച് കോമൺ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്ന് ഈ 2 കോമൺ ആണ്, dy/dx കോമൺ ആണ്. അപ്പോൾ 2 dy/dx നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ഇവിടെ 2 പുറത്ത് പോയാലും മൈനസ് വരും. -x ഒരു dy/dx പുറത്ത് പോയി. ഇസ് ഈക്വൽ ടു 0. ഇതുകൊണ്ടിട്ട് 2 dy/dx കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ഇതാണ്. ഈ ഇക്വേഷനിൽ നിങ്ങൾ 2 dy/dx കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1 - x² × d²y/dx² മൈനസ് x dy/dx ഇസ് ഈക്വൽ ടു ഇവിടെ 0.
ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ ചോദിക്കാറുണ്ട്. ഇവിടെ ഇ റൈസ് ടു എം എക്സിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. എം ഇ റൈസ് ടു എം എക്സ് എന്നാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇ റൈസ് ടു മൈനസ് എം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് എം ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എം എക്സ് എന്ന് കിട്ടും. അത് ഓർത്തിരുന്നാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഒറ്റ തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എം ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് എന്ന് വരും. ഇനി ഇ റൈസ് ടു മൈനസ് എം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് എം ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എം എക്സ് ഇങ്ങനെ വരും. ഇനി എം പുറത്തെടുക്കണം. y ഡാഷ് ഇസിക്കൽ എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു എം എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എം എക്സ്. ഇനി വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇ റൈസ് ടു എം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എം ഇ റൈസ് ടു എം എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എം എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് എം ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എം എക്സ്. ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. എം രണ്ട് സ്ഥലത്തുകൊണ്ട് കോമൺ എടുക്കാം. അപ്പോൾ എം ഇവിടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എം ഉണ്ട്, ഈ കോമൺ ആയിട്ട് വരുന്ന എം കൂടെ ചേർത്ത് എം സ്ക്വയർഡ് എന്ന് വരും. എം സ്ക്വയർഡ് ഇ റൈസ് ടു എം എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എം എക്സ് എന്ന് പറഞ്ഞാൽ വൈ. അപ്പോൾ വൈ ടു ഡാഷ് ഇസ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് വൈ. അങ്ങനെയാണെങ്കിൽ രണ്ടും പ്രൊപ്പോർഷണൽ എന്ന് നമുക്ക് പറയാം. therefore y ടു ഡാഷ് ഈസ് പ്രൊപ്പോർഷണൽ ടു y. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലത്തോടെ ഞാൻ തേർഡ് യൂണിറ്റ് അവസാനിപ്പിക്കുകയാണ്. ഈ തേർഡ് യൂണിറ്റിലെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഇനി നമ്മൾ ഫോർത്ത് യൂണിറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്.